മോർണിംഗ്. സോ ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാം. കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ സ്പെഷ്യൽ ടൈപ്പ് ഓഫ് ബാങ്ക് അക്കൗണ്ട് ഹോൾഡേഴ്സ് ആരൊക്കെയാണെന്ന് ഡിസ്കസ് ചെയ്തിട്ടുണ്ടായിരുന്നു. ആൻഡ് അങ്ങനെ ഓരോ ടൈപ്പ് ഓഫ് അക്കൗണ്ട് ഹോൾഡേഴ്സിനും അക്കൗണ്ട് ഓപ്പൺ ചെയ്ത് കൊടുക്കുമ്പോൾ ഒരു ബാങ്ക് എടുക്കേണ്ട പ്രിക്വേഷൻസ് ആയിരുന്നു നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്തുകൊണ്ടിരുന്നത്. അതിൽ നെക്സ്റ്റ് ടൈപ്പ് ഓഫ് കസ്റ്റമേഴ്സിനെയാണ് നമ്മളിനി ഡിസ്കസ് ചെയ്യുന്നത്. അതിൽ ഫസ്റ്റ് വൺ ട്രസ്റ്റീസ്. ഓക്കെ, അപ്പോൾ ഒരു ട്രസ്റ്റിക്ക് ഒരു അക്കൗണ്ട് ഓപ്പൺ ചെയ്യുമ്പോൾ ഒരു ബാങ്ക് എടുക്കേണ്ട പ്രിക്വേഷൻസ് ആണ് നമ്മൾ ഇനി പറയുന്നത്. എ ട്രസ്റ്റി ഈസ് എ പേഴ്സൺ ടു ഹും മാനേജ്മെൻറ്റ് ഓഫ് എ പ്രോപ്പർട്ടി ഈസ് എൻട്രസ്റ്റഡ് ബൈ വൺ ഇൻ ട്രസ്റ്റ് ഫോർ ദ ബെനിഫിറ്റ് ഓഫ് അനദർ. അപ്പോൾ ഒരു ട്രസ്റ്റി എന്ന് പറയുമ്പോൾ ഒരു പ്രോപ്പർട്ടി മാനേജ് ചെയ്യാൻ വേണ്ടിയിട്ട് ഏതെങ്കിലും ഒരു ഇൻഡിവിജ്വൽ ഒരാളെ ഏൽപ്പിക്കുകയാണെങ്കിൽ ആ പേഴ്സണെയാണ് നമ്മൾ ട്രസ്റ്റി എന്ന് പറയുക. സോ നമ്മളുടെ ഒരു പ്രോപ്പർട്ടി മാനേജ് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ ഒരാളെ ഏൽപ്പിക്കുകയാണെങ്കിൽ അങ്ങനെ ഏൽപ്പിക്കുന്ന ആളുകളെയാണ് നമ്മൾ ട്രസ്റ്റി എന്ന് പറയുക. ദ പേഴ്സൺ ഹൂ ക്രിയേറ്റ്സ് എ ട്രസ്റ്റ് ഈസ് കോൾഡ് സെറ്റിലർ ഓഫ് ദ ട്രസ്റ്റ്. ആരാണോ ഒരു ട്രസ്റ്റ് ക്രിയേറ്റ് ചെയ്യുന്നത് അയാളെ സെറ്റിലർ ഓഫ് ദ ട്രസ്റ്റ് എന്നാണ് പറയുക. ദ പേഴ്സൺ ഫോർ ഹൂസ് ബെനിഫിറ്റ് ദ ട്രസ്റ്റ് ഈസ് ഫോംഡ് ഈസ് കോൾഡ് ദ ബെനിഫിഷ്യറി. ആരുടെ ബെനിഫിറ്റിന് വേണ്ടിയിട്ടാണോ നമ്മളൊരു ട്രസ്റ്റ് ഫോം ചെയ്യുന്നത് അയാളിനെയാണ് നമ്മൾ ബെനിഫിഷ്യറി എന്ന് പറയുക. സോ ട്രസ്റ്റ് തുടങ്ങുന്ന ആളെ സെറ്റിലർ ഓഫ് ദ ട്രസ്റ്റും ആർക്ക് വേണ്ടിയിട്ടാണോ ട്രസ്റ്റ് തുടങ്ങിയിട്ടുള്ളത് അയാളെ ബെനിഫിഷ്യറി എന്നും നമ്മൾ പറയും. ദ ബാങ്ക് ഷുഡ് എക്സാമിൻ ദ ട്രസ്റ്റ് ഡീഡ് ബിഫോർ ഓപ്പണിംഗ് ആൻ അക്കൗണ്ട് ഫോർ എ ട്രസ്റ്റി. അപ്പോൾ ഒരു ട്രസ്റ്റിക്ക് നമ്മൾ അക്കൗണ്ട് ഓപ്പൺ ചെയ്ത് കൊടുക്കുന്നതിൻ്റെ മുന്നേ ഒരു ബാങ്ക് എന്ത് ചെയ്യണം, ആ ഒരു ട്രസ്റ്റ് ഡീഡ് ഒരു അക്കൗണ്ട് ഓപ്പൺ ചെയ്യുന്നതിൻ്റെ മുന്നേ ആ ട്രസ്റ്റിയും അതുപോലെ ബെനിഫിഷ്യറിയും അഗ്രി ചെയ്തിട്ടുള്ള ട്രസ്റ്റ് ഡീഡ് എക്സാമിൻ ചെയ്യണം. ദ ബാങ്ക് ഷുഡ് ഒബ്റ്റെയിൻ എ സർട്ടിഫൈഡ് കോപ്പി ഓഫ് ദ ട്രസ്റ്റ് ഡീഡ് ഫോർ ഫ്യൂച്ചർ റെഫറൻസ്. ബാങ്ക് ഒരു കോപ്പി ട്രസ്റ്റ് ഡീഡിൻ്റെ ഒരു കോപ്പി ഫ്യൂച്ചർ റെഫറൻസിന് വേണ്ടിയിട്ട് ബാങ്ക് ഒബ്റ്റെയിൻ ചെയ്യണം. The banker should take necessary precautions for protecting the rights of the beneficiary. On any fraud committed by the trustees, the bank will be responsible. അപ്പോൾ ബാങ്കിൻ്റെ റെസ്പോൺസിബിലിറ്റിയാണ് ബെനിഫിഷ്യറി, അതായത് ട്രസ്റ്റി ആർക്ക് വേണ്ടിയിട്ടാണോ അക്കൗണ്ട് ഹോൾഡ് ചെയ്യുന്നത് അയാളുടെ റൈറ്റ്സ് പ്രൊട്ടക്റ്റ് ചെയ്യേണ്ട ഒബ്ലിഗേഷൻസ് ഉത്തരവാദിത്തമുള്ളത് ബാങ്കിനാണ്. ഇനി എന്തെങ്കിലും ഒരു ഫ്രോഡ് ട്രസ്റ്റി കമ്മിറ്റ് ചെയ്യുകയാണെങ്കിൽ അതിന് ബാങ്ക് റെസ്പോൺസിബിളാണ്. സോ ഒരു ട്രസ്റ്റി ഒരു അക്കൗണ്ട് ബാങ്കിൽ ഓപ്പറേറ്റ് ചെയ്യുകയാണെങ്കിൽ ബാങ്ക് വളരെ കോഷ്യസ് ആയിരിക്കണം. അതിൽ നടക്കുന്ന ഓരോ ട്രാൻസാക്ഷൻസും അതിൽ നടക്കുന്ന ഫ്രോഡ് കുറക്കാനും ഒരു ബാങ്ക് കോഷ്യസ് ആയിരിക്കണം. സോ ഇത്രയുമാണ് ഒരു ട്രസ്റ്റീസിൻ്റെ കേസ് പറയുന്നത്. ഇനി നെക്സ്റ്റ് കേസ് ലുനാറ്റിക്സ്. അപ്പോൾ നമുക്ക് ആരാണ് ലുനാറ്റിക്സ് എന്ന് നോക്കാം. എ ലുനാറ്റിക് ഈസ് എ പേഴ്സൺ ഹു ലാക്ക് അണ്ടർസ്റ്റാൻഡിങ് പവർ ആൻഡ് റാഷണൽ ജഡ്ജ്മെൻറ്റ്. അപ്പോൾ ലുനാറ്റിക് എന്ന് പറയുന്നത് റാഷണൽ ജഡ്ജ്മെൻറ്റോ അണ്ടർസ്റ്റാൻഡിങ് പവറോ ഇല്ലാത്ത ഒരാളെയാണ് നമ്മൾ ലുനാറ്റിക് എന്ന് പറയുക. സോ അയാൾക്ക് സ്വന്തമായിട്ട് ഒരു പേഴ്സണ് സ്വന്തമായിട്ടൊരു ഡിസിഷൻ എടുക്കാൻ കഴിയുന്നില്ല എന്നുണ്ടെങ്കിൽ അയാൾ നമ്മൾ ലുനാറ്റിക്സ് എന്ന് പറയും. സോ അക്കോർഡിംഗ് ടു ഇന്ത്യൻ കോൺട്രാക്ട് എ പേഴ്സൺ വിത്ത് അൺസൗണ്ട് മൈൻഡ് കനോട്ട് എൻറ്റർ ഇൻ ടു എ വാലിഡ് കോൺട്രാക്ട്. അപ്പോൾ ഇന്ത്യൻ കോൺട്രാക്റ്റ് അനുസരിച്ചിട്ട് ഒരു അൺസൗണ്ട് മൈൻഡുള്ള ഒരാൾക്ക് വാലിഡ് കോൺട്രാക്റ്റ് എഗ്രി ചെയ്യാൻ പറ്റില്ല. അപ്പോൾ ലുനാറ്റിക്സ് എന്ന് പറയുന്നത് അൺസൗണ്ട് മൈൻഡുള്ള ഒരാളെയാണ്, അതായത് അയാൾക്ക് റാഷണൽ ജഡ്ജ്മെൻറ്റ് എടുക്കാൻ കഴിയില്ല, അല്ലെങ്കിൽ അയാൾക്ക് മെൻ്റൽ എബിലിറ്റി അത്രത്തോളം ഇല്ല എന്നുണ്ടെങ്കിൽ അങ്ങനത്തെ ആളെയാണ് നമ്മൾ ലുനാറ്റിക്സ് എന്ന് പറയുക. സോ ഇന്ത്യൻ കോൺട്രാക്റ്റ് പ്രകാരം വാലിഡ് കോൺട്രാക്റ്റ് അല്ല ഒരു ലുനാറ്റിക്സ് എൻ്റർ ചെയ്യുന്ന കോൺട്രാക്റ്റ്. So when a banker receives a notice of the customer's lunacy, he should stop the entire operation on his account until the bank get a proof of his recovery. സോ ഒരു ബാങ്കിലെ അക്കൗണ്ടുള്ള ഒരാൾ ലുനാറ്റിക് ആണ് എന്നുള്ള ഒരു ഇൻഫർമേഷൻ ഒരു ബാങ്കിന് കിട്ടുകയാണെങ്കിൽ ആ ബാങ്ക് എന്ത് ചെയ്യണം, അയാളുടെ പേരിലുള്ള എല്ലാ ട്രാൻസാക്ഷൻസും നിർത്തി വെക്കണം. അയാൾ റിക്കവർ ആയി എന്നുള്ള ഒരു സർട്ടിഫിക്കറ്റ് ബാങ്കിന് കിട്ടുന്നത് വരെ അയാളുടെ എല്ലാ ട്രാൻസാക്ഷൻസും നിർത്തി വെക്കണം എന്നുള്ളതാണ് പറയുന്നത്. When a banker receives a notice of the customer's lunacy, he should stop the entire operation on his account until the bank get a proof of his recovery. Okay, so ഇത്രയുമാണ് ഒരു ലുനാറ്റിക്സിൻ്റെ കേസ് പറയുന്നത്. ഇനി നമുക്ക് നെക്സ്റ്റ് ഉള്ളത് എക്സിക്യൂട്ടേഴ്സ് ആൻഡ് അഡ്മിനിസ്ട്രേറ്റേഴ്സ്. അപ്പോൾ നമുക്ക് നോക്കാം വാട്ട് ആർ എക്സിക്യൂട്ടേഴ്സ്. എക്സിക്യൂട്ടേഴ്സ് ആൻഡ് അഡ്മിനിസ്ട്രേറ്റേഴ്സ് ആർ പേഴ്സൺസ് ഹു ആർ അപ്പോയിൻറ്റഡ് ടു കണ്ടക്ട് ദ അഫയേഴ്സ് ഓഫ് എ പേഴ്സൺ ആഫ്റ്റർ ഹിസ് ഡെത്ത്. ആൻ എക്സിക്യൂട്ടർ ഈസ് അപ്പോയിൻറ്റഡ് ബൈ വിൽ. അപ്പോൾ ഏതെങ്കിലും ഒരു വ്യക്തി അയാളുടെ മരണശേഷം അയാളുടെ പ്രോപ്പർട്ടീസ് എക്സിക്യൂട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് ഒരാളെ ഇൻട്രസ്റ്റ് ചെയ്യുകയാണെങ്കിൽ അങ്ങനത്തെ ആളെയാണ് നമ്മൾ എക്സിക്യൂട്ടേഴ്സ് ആൻഡ് അഡ്മിനിസ്ട്രേറ്റേഴ്സ് എന്ന് പറയുക. എക്സിക്യൂട്ടേഴ്സ് വില്ല് കാരണമാണ് അപ്പോയിൻറ്റ് ചെയ്യുന്നത്, അതായത് ഏതെങ്കിലും ഒരാൾ അയാളുടെ മരണപത്രം, വില്ല് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മരണപത്രത്തിലൂടെയാണ് ഒരു എക്സിക്യൂട്ടറിനെ അപ്പോയിൻറ്റ് ചെയ്യേണ്ടത്. ഹിസ് അതോറിറ്റി ആൻഡ് പവർ ആർ മെൻഷൻഡ് ഇൻ ദ വിൽ ആൻഡ് ദേ ഹാവ് ടു ആക്ട് അക്കോർഡിംഗ്ലി.
അപ്പോൾ ഒരു എക്സിക്യൂട്ടറിൻ്റെ പവേഴ്സ് എന്തൊക്കെയാണ്? ഇപ്പോൾ ഏതെങ്കിലും ഒരു വ്യക്തി മരണപ്പെട്ട് കഴിഞ്ഞാൽ അയാളുടെ പ്രോപ്പർട്ടീസ് മാനേജ് ചെയ്യാൻ അയാൾ ഒരു എക്സിക്യൂട്ടറിനെ വെച്ചിട്ടുണ്ടാവും. ആൻഡ് ആ വില്ലിൽ എന്തുണ്ടാവും? ആ എക്സിക്യൂട്ടറിൻ്റെ റൈറ്റ് എന്താണ്, ഒബ്ലിഗേഷൻസ് എന്താണ് എന്നുള്ളതൊക്കെ റെക്കോർഡ് ചെയ്തിട്ടുണ്ടാവും. സോ അതനുസരിച്ചിട്ട് വേണം ഒരു എക്സിക്യൂട്ടർ പ്രവർത്തിക്കാൻ. സോ അതെന്തൊക്കെയാണ്, പവർ എന്തൊക്കെയാണ് എന്നുള്ളത് ഒരു ബാങ്ക് എക്സാമിൻ ചെയ്യണം. ഓൺ ഡെത്ത് ഓഫ് എ കസ്റ്റമർ ദ ബാങ്ക് ഷുഡ് സ്റ്റോപ്പ് പേയ്മെൻറ്റ് ഫ്രം ഹിസ് അക്കൗണ്ട്. ഒരു കസ്റ്റമർ മരിച്ചു കഴിഞ്ഞ് കഴിഞ്ഞാൽ അയാളുടെ അക്കൗണ്ടിൽ നിന്നുള്ള പേയ്മെൻറ്റ് എന്ത് ചെയ്യണം? ബാങ്ക് നിർത്തി വെക്കണം. ദ ബാങ്ക് ഷുഡ് നോട്ട് അലൗ ദ ട്രാൻസ്ഫർ ഓഫ് മണി ടു ദ പേഴ്സണൽ അക്കൗണ്ട്സ്. ആരുടെയും പേഴ്സണൽ അക്കൗണ്ട്സിലോട്ടല്ല ഒരു മണി ട്രാൻസാക്ഷൻസ് നടക്കുന്നത് എന്ന് ബാങ്ക് എൻഷുർ ചെയ്യണം. The bank should sanction a loan or overdraft only on the production of the permission to the court. So, ഒരു ബാങ്ക് ഒരു ലോണോ എന്തെങ്കിലും ഒരാളുടെ എക്സിക്യൂട്ടേഴ്സ് ഓപ്പൺ ചെയ്ത ഒരു അക്കൗണ്ടിൽ ലോൺ എന്തെങ്കിലും കൊടുക്കുകയാണെങ്കിൽ കോർട്ടിൻ്റെ പെർമിഷൻ ഉണ്ടെങ്കിൽ മാത്രമേ, ലോക്കൽ കോർട്ടിൻ്റെ പെർമിഷൻ ഉണ്ടെങ്കിൽ മാത്രമേ ലോണൊക്കെ ആ അക്കൗണ്ടിൽ നിന്നും സാങ്ഷൻ ചെയ്യാൻ പറ്റുള്ളൂ. സോ ഇത്രയുമാണ് ഒരു എക്സിക്യൂട്ടേഴ്സ് ആൻഡ് അഡ്മിനിസ്ട്രേറ്റേഴ്സ് എടുക്കേണ്ട അക്കൗണ്ട് ഓപ്പൺ ചെയ്ത് കൊടുക്കുമ്പോൾ ഒരു ബാങ്ക് എടുക്കേണ്ട പ്രിക്വേഷൻസ്. ഓക്കെ, ഇനി നെക്സ്റ്റ് വൺ, ലോക്കൽ അതോറിറ്റീസ്. എ ബാങ്കർ ഷുഡ് ക്ലിയർലി അണ്ടർസ്റ്റാൻഡ് ദ പവർ ഓഫ് ദ ലോക്കൽ അതോറിറ്റി ബിഫോർ ഓപ്പണിംഗ് ആൻ അക്കൗണ്ട്. അപ്പോൾ ലോക്കൽ അതോറിറ്റി എന്ന് പറയുന്നത് ഒരു ഇൻസ്റ്റിറ്റ്യൂഷനാണ്. ലോക്കൽ ഇൻസ്റ്റിറ്റ്യൂഷൻസ്, മുനിസിപ്പാലിറ്റി ഒക്കെ പോലുള്ള ഇൻസ്റ്റിറ്റ്യൂഷൻസിനെയാണ് നമ്മൾ ലോക്കൽ അതോറിറ്റി എന്ന് പറയുക. ഇപ്പോൾ ഒരു ലോക്കൽ അതോറിറ്റി ബാങ്കിൽ അക്കൗണ്ട് ഓപ്പൺ ചെയ്യുകയാണെങ്കിൽ ഒരു ബാങ്കർ ആ അതോറിറ്റീൻ്റെ പവർ എന്തൊക്കെയാണെന്നുള്ളത് അക്കൗണ്ട് ഓപ്പൺ ചെയ്യുന്നതിൻ്റെ മുന്നേ എക്സാമിൻ ചെയ്യണം. ദ ബാങ്കർ ഷുഡ് ഗെറ്റ് എ സർട്ടിഫൈഡ് കോപ്പി ഓഫ് ദ റെസൊല്യൂഷൻ പാസ്ഡ് ബൈ ദ ലോക്കൽ അതോറിറ്റി ഓതറൈസിങ് ഓപ്പണിംഗ് ഓഫ് ദ അക്കൗണ്ട്. ഒരു ലോക്കൽ അതോറിറ്റി ആ ബാങ്കിൽ അക്കൗണ്ട് ഓപ്പൺ ചെയ്യുന്നത് ഓതറൈസ് ചെയ്തിട്ടുള്ള ഒരു ലെറ്റർ എന്ത് ചെയ്യണം? ബാങ്ക് ലോക്കൽ അതോറിറ്റീസിൻ്റെ കയ്യിൽ നിന്നും മേടിക്കണം. അപ്പോൾ അത്രയുമാണ് ഒരു ലോക്കൽ അതോറിറ്റീസിൻ്റെ കേസ് പറയുന്നത്. ഇനി നെക്സ്റ്റ് കേസാണ് ഇല്ലിട്രേറ്റ് പേഴ്സൺ. സോറി, അതിൻ്റെ മുന്നേ നമ്മളൊരു സ്ലൈഡ് വിട്ടുപോയിട്ടുണ്ട് കേട്ടോ, ഞാൻ ഡിസ്കസ് ചെയ്യാം. ഡ്രങ്കാർഡ്സ് എന്ന് പറഞ്ഞ ഒരാളുണ്ട്. എ ഡ്രങ്കാർഡ് ഈസ് എ പേഴ്സൺ ഹു ഈസ് സോ ഇൻടോക്സിക്കേറ്റഡ് ടു ബി ഇൻകേപ്പബിൾ ഓഫ് അണ്ടർസ്റ്റാൻഡിങ് ദ നേച്ചർ ആൻഡ് എഫക്റ്റ് ഓഫ് എ കോൺട്രാക്ട് അപ്പോൺ ഹിസ് ഇൻട്രസ്റ്റ്. ഡ്രങ്കാർഡ് എന്ന് പറയുന്നത് കള്ള് കുടിക്കുന്ന ഒരാൾ, അല്ലെങ്കിൽ അയാൾ കുടിച്ചു കഴിഞ്ഞാൽ, വെള്ളം അടിച്ചു കഴിഞ്ഞാൽ അയാൾക്ക് സ്വബോധത്തോടെ ഒരു തീരുമാനം എടുക്കാൻ പറ്റാത്ത രീതിയിൽ അയാൾ ലഹരി യൂസ് ചെയ്യുന്ന ഒരാളാണെങ്കിൽ അയാളെയാണ് നമ്മൾ ഡ്രങ്കാർഡ് എന്ന് പറയുക. എ കോൺട്രാക്ട് എൻഡേർഡ് ബൈ എ ഡ്രങ്കൻ പേഴ്സൺ ഈസ് വോയിഡ്. ഒരു ഡ്രങ്ക് ചെയ്ത ആളെ എടുക്കുന്ന ഒരു കോൺട്രാക്റ്റ് വോയിഡാണ്, അതിന് ലീഗൽ എക്സിസ്റ്റൻസ് ഇല്ല. ബാങ്ക് ഷുഡ് നോട്ട് അലൗ ഓപ്പണിംഗ് ആൻ അക്കൗണ്ട് ബൈ എ ഡ്രങ്കാർഡ് പേഴ്സൺ. ഒരു ഡ്രങ്കാർഡ് പേഴ്സൺ ബാങ്കിൽ അക്കൗണ്ട് ഓപ്പൺ ചെയ്യുന്നത് ഒരു ബാങ്കർ അലൗ ചെയ്യാൻ പാടില്ല. എ പേഴ്സൺ പ്രസൻറ്റ് എ ചെക്ക് ഓവർ ദ കൗണ്ടർ, ഇറ്റ് ഈസ് ടു ബി മെയ്ഡ് ഓൺലി ഓൺ ദ പ്രസൻസ് ഓഫ് എ റെസ്പോൺസിബിൾ പേഴ്സൺ. ഒരു ചെക്ക്, ഡ്രങ്കാർഡ് പേഴ്സണ് ഒരു ചെക്ക് ബാങ്കിൽ കൊണ്ടുവന്ന് തരികയാണെങ്കിൽ ഒരു റെസ്പോൺസിബിൾ പേഴ്സൺ ഉണ്ട്, അയാളുടെ കൂടെ ഉണ്ടെങ്കിൽ മാത്രമേ എന്ത് ചെയ്യാൻ പാടുള്ളൂ, ഒരു ചെക്ക് ഒരു ബാങ്ക് അക്സെപ്റ്റ് ചെയ്യാൻ പറ്റുള്ളൂ മണി വിഡ്രോ ചെയ്യാൻ വേണ്ടിയിട്ട്. സോ ഇത്രയുമാണ് ഒരു ഡ്രങ്കാർഡ്സിന് അക്കൗണ്ട് ഓപ്പൺ ചെയ്യുമ്പോൾ ഒരു ബാങ്ക് എടുക്കേണ്ട പ്രിക്വേഷൻസ്. ഇനി നെക്സ്റ്റ് വൺ, പർദ നാഷിൻ വുമൺ. A woman who wear parda and observes complete seclusion from the public as per the customs of a community. അപ്പോൾ പർദ നാഷിൻ വുമൺ എന്ന് പറയുന്നത് ഫുള്ളി പർദ വെയർ ചെയ്യുന്ന വുമണ് ആൻഡ് എന്താണ് അവരുടെ കമ്മ്യൂണിറ്റിയിൽ നിന്നും കംപ്ലീറ്റ് സെക്യുലൂഷൻ, അതായത് അവരുടെ കസ്റ്റംസ് അനുസരിച്ച് പബ്ലിക്കിൽ നിന്നും ഫുള്ളായിട്ട് ഉള്ളുവലിഞ്ഞ് നിൽക്കുന്ന അല്ലെങ്കിൽ പർദ ഇടുന്ന, കംപ്ലീറ്റ്ലി ഇടുന്ന ആളുകളെയാണ് പർദ നാഷിൻ വുമൺ എന്ന് പറയുക. ഇറ്റ് ഈസ് ഡിഫിക്കൽട്ട് ടു അസർട്ടൈൻ ഹർ ഐഡൻറ്റിറ്റി. അപ്പോൾ ഒരു പർദ ഫുള്ളിട്ട് മൂടിക്കഴിഞ്ഞ ഒരാളുടെ ഐഡൻറ്റിറ്റി അറിയാൻ നമുക്ക് ബുദ്ധിമുട്ടാണ്. സോ വൈൽ ഓപ്പണിംഗ് ആൻ അക്കൗണ്ട് ദ സിഗ്നേച്ചർ ഷുഡ് ബി അറ്റസ്റ്റഡ് ബൈ എ റെസ്പോൺസിബിൾ പേഴ്സൺ നോൺ ടു ഹർ. സോ അവർ അക്കൗണ്ട് ഓപ്പൺ ചെയ്യാൻ വരുന്ന സമയത്ത് അവരുടെ ഫുള്ളി ഐഡൻറ്റിറ്റി നമുക്ക് കാണാൻ കഴിയുന്നില്ല എന്നുണ്ടെങ്കിൽ ഒരു റെസ്പോൺസിബിൾ ആയിട്ടുള്ള ഒരാൾ എന്ത് ചെയ്യണം, അവരുടെ കൂടെ ട്രാൻസാക്ഷൻസ് ഒക്കെ അറ്റസ്റ്റ് ചെയ്യാൻ ഒരു റെസ്പോൺസിബിൾ ആയിട്ടുള്ള ഒരാളുണ്ടെങ്കിൽ മാത്രമേ നമ്മൾ ചെയ്യാൻ പാടുള്ളൂ എന്നാണ് പറയുന്നത്. ഓക്കെ, ദെൻ ഓൾ ഹർ വിഡ്രോവൽ ഷുഡ് ബി പ്രോപ്പർലി അറ്റസ്റ്റഡ്. അവരെന്തൊക്കെ വിഡ്രോവൽ അവരുടെ അക്കൗണ്ടിൽ നിന്നും നടത്തിയാലും അത് പ്രോപ്പറായിട്ട് അറ്റസ്റ്റ് ചെയ്യണം, സിഗ്നേച്ചർ എടുത്തിരിക്കണം. ഓക്കെ, സോ ഇത്രയുമാണ് ഒരു പർദ നാഷിൻ വുമണിനെ അക്കൗണ്ട് ഓപ്പൺ ചെയ്യുമ്പോൾ നമ്മളൊരു ബാങ്ക് എടുക്കേണ്ട പ്രിക്വേഷൻസ്. നെക്സ്റ്റ് വൺ, ഇല്ലിട്രേറ്റ് പേഴ്സൺ. A literate person is one who cannot read and write.
ഒരു ആൾക്ക് എഴുതാനും വായിക്കാനും അറിയില്ല എന്നുണ്ടെങ്കിൽ അങ്ങനത്തെ ആളെയാണ് നമ്മൾ ഇല്ലിറ്ററേറ്റ് പേഴ്സൺ എന്ന് പറയുക. ആൻ ഇല്ലിറ്ററേറ്റ് പേഴ്സൺ ഈസ് ലീഗലി കേപ്പബിൾ ഓഫ് എൻറ്ററിങ് ഇൻ ടു കോൺട്രാക്ട്. ഒരു ഇല്ലിറ്ററേറ്റ് പേഴ്സണിന് കോൺട്രാക്റ്റിൽ എൻ്റർ ചെയ്ത് കഴിഞ്ഞാൽ അത് ലീഗലാണ്. The bank should ensure that the thumb impression of the person is affixed on the application form and it is to be witnessed by two responsible person. അപ്പോൾ ഒരു ഇല്ലിറ്ററേറ്റ് ആയിട്ടുള്ള എഴുതാനും വായിക്കാനും കഴിയാത്ത ഒരാൾ വന്ന് ബാങ്കിൽ അക്കൗണ്ട് ഓപ്പൺ ചെയ്യുകയാണെങ്കിൽ ബാങ്ക് എന്ത് ചെയ്യണം? ആ ആപ്ലിക്കേഷൻ ഫോമിൽ അയാളുടെ തമ്പ് ഇംപ്രഷൻ മേടിച്ചിട്ടുണ്ട്, സിഗ്നേച്ചറിന് പകരം അയാളുടെ തമ്പ് ഇംപ്രഷൻ മേടിച്ചിട്ടുണ്ട് എന്നുള്ളത് ഉറപ്പ് വരുത്തുക. ആൻഡ് അയാളുടെ ആപ്ലിക്കേഷൻ ഫോം അയാൾ ഫില്ല് ചെയ്യുന്ന സമയത്ത് 2 റെസ്പോൺസിബിൾ ആയിട്ടുള്ള ആളുകൾ വിറ്റ്നസ് ചെയ്യുകയും വേണം. ഓക്കെ, സോ ഇതാണ് ഒരു അക്കൗണ്ട് ഓപ്പൺ ചെയ്യുമ്പോൾ ഒരു ബാങ്ക് എടുക്കേണ്ട പ്രിക്വേഷൻ. Then a photograph should be affixed on the application form by the account holder. ഒരു അക്കൗണ്ട് ഹോൾഡർ ഫോട്ടോഗ്രാഫ് ആപ്ലിക്കേഷൻ ഫോമിൽ ഫിക്സ് ചെയ്തിട്ടുണ്ടാവണം. The bank should allow the withdrawal of money from his account only by his personal presence at the counter and after affixing his thumb impression. ഇനി ഒരു ഇല്ലിറ്ററേറ്റ് പേഴ്സണ് അയാളുടെ അക്കൗണ്ടിൽ നിന്നും മണി വിഡ്രോ ചെയ്യണം എന്നുണ്ടെങ്കിൽ അയാളുടെ തമ്പ് ഇംപ്രഷൻ മേടിക്കണം. അതേപോലെ അയാൾ സ്വന്തം അയാളുടെ പ്രസൻസ് അവിടെ ഉണ്ടായിരിക്കണം കൗണ്ടറിൽ, വേറൊരാൾ വന്നു കഴിഞ്ഞാൽ കൊടുക്കരുത്. സോ അയാളുടെ പ്രസൻസ് ഉണ്ടായിട്ട് അയാൾ തമ്പ് ഇംപ്രഷൻ ചെയ്താൽ മാത്രമേ അയാളുടെ അക്കൗണ്ടിൽ നിന്നും മണി വിഡ്രോ ചെയ്യാൻ അയാളെ അലൗ ചെയ്യാൻ പാടുള്ളൂ. ഓക്കെ, സോ ഇത്രയുമാണ് ഒരു ഇല്ലിറ്ററേറ്റ് പേഴ്സൻ്റെ കേസ് പറയുന്നത്. സോ നമ്മളിന്ന് ട്രസ്റ്റീസ് പറഞ്ഞു, ലുനാറ്റിക്സ് പറഞ്ഞു, ഡ്രങ്കാർഡ്സ് പറഞ്ഞു, പർദാനാഷ്യൻ വുമൺ പറഞ്ഞു, എക്സിക്യൂട്ടേഴ്സ് ആൻഡ് അഡ്മിനിസ്ട്രേറ്റേഴ്സ് പറഞ്ഞു, ലോക്കൽ അതോറിറ്റീസ് പറഞ്ഞു, ഇല്ലിറ്ററേറ്റ് പേഴ്സൺ പറഞ്ഞു. സോ ഇത്രയുമാണ് നമ്മളെ സ്പെഷ്യൽ ടൈപ്പ് ഓഫ് കസ്റ്റമേഴ്സ്. ഓക്കെ, സോ താങ്ക് യു.